തൃശൂർ ഏറിയാട് സ്വദേശി വെട്ടത്തിപ്പറമ്പിൽ അഷ്റഫിനെ മലയാള സിനിമയുടെ സഞ്ചരിക്കുന്ന എൻസൈക്ലോപീഡിയ എന്നാണ് നാട്ടുകാർ വിളിക്കുന്നത്. പതിറ്റാണ്ടുകൾ നീണ്ട മലയാള സിനിമയുടെ ചരിത്രം അഷ്റഫിന് ഹൃദിസ്ഥമാണ്. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുകയോ അഭിനയിക്കുകയോ ചെയ്തിട്ടില്ലെങ്കിലും സിനിമാ പ്രേമവും അതേക്കുറിച്ചുള്ള ഗവേഷണവുമാണ് ഇദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത്. ആ റിപ്പോർട്ട് കാണാം. കൊടുങ്ങല്ലൂരിലെ ഏറിയാട് സ്വദേശിയാണ് അഷ്റഫ് ചേരമാൻ എന്ന അഷ്റഫ് വെട്ടത്തിപ്പറമ്പിൽ. 4ാം ക്ലാസ് മാത്രമാണ് വിദ്യാഭ്യാസം. 7ാം വയസ്സിൽ ഏറിയാട് ചേരമാൻ ടാക്കീസിൽ നീലക്കടലയും പാട്ടുപുസ്തകവും വിറ്റ് ജീവിതം ആരംഭിച്ചത് മുതൽ തുടങ്ങിയതാണ് സിനിമയോടുള്ള ബന്ധം. വർഷങ്ങൾക്കിപ്പുറം മലയാള സിനിമയുടെ സഞ്ചരിക്കുന്ന എൻസൈക്ലോപീഡിയ എന്ന പേരിലാണ് ഇദ്ദേഹം ഇപ്പോൾ അറിയപ്പെടുന്നത്. സിനിമയെക്കുറിച്ചുള്ള അഗാധമായ അറിവും അനുഭവങ്ങളുമാണ് ഇദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. നന്നേ ചെറുപ്രായത്തിൽ ആരംഭിച്ചതാണ് അഷ്റഫിന്റെ സിനിമാ ഗവേഷണം. നിത്യഹരിത നായകൻ പ്രേം നസീറിനോടുള്ള ആരാധനയും സിനിമയോടുള്ള ഇഷ്ടവുമാണ് വെട്ടത്തിപ്പറമ്പിൽ അഷ്റഫിനെ ഒരു കടുത്ത സിനിമാ പ്രേമിയാക്കി മാറ്റിയത്. 7 വയസ്സോടെ കംപ്ലീറ്റ് ചെയ്തൊക്കെ മെമ്മറിയിലുണ്ടാവും. ഞാൻ അത് കൂടാതെ തന്നെ ഒരു തൃശ്ശൂർ ജില്ലയിൽ പൊളിച്ചുപോയ 150ഓളം സിനിമാ തിയേറ്ററിൻ്റെ ചരിത്രം ഞാൻ എഴുതിയിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ ഏത് പടം റിലീസായാലും അത് മുഴുവൻ മെമ്മറിയിൽ ഇന്ന തിയേറ്ററിലാണ് കളിച്ചത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതുപോലെ അതിൻ്റെ വിതരണം, അതിൻ്റെ തിരക്കഥ, അതിൻ്റെ സംഗീതം, അതിലെ പാട്ട് എഴുതുന്ന ആരാണ്, ഇതൊക്കെ അപൂർവ ആളുകൾക്ക് അറിയാൻ പറ്റില്ല. അതൊക്കെ എനിക്കറിയാം. ഇന്നും പലവർക്കും അതൊരു അതിശയമാണ്. ഇവിടുത്തെ ഈ ചേരമാണ്ടാക്കിയതിൽ വരെ അന്ന് 1 മണിക്ക് വന്നാണ് ടിക്കറ്റിന് കൈയിട്ടിരിക്കണം ജനം. അത് ഡെയിലി ഹൗസ്ഫുള്ളാണ് ഒരു കാലഘട്ടം. അതും ഈ പ്രേം നസീറിന്റെ പടം ഭയങ്കര ഹരമാണ്. കേരളത്തിലെ സിനിമാ തിയേറ്ററുകളുടെ ചരിത്രവും സിനിമാ വിശേഷങ്ങളും അഷ്റഫിന് മനഃപ്പാഠമാണ്. ഓരോ സിനിമാ തിയേറ്ററുകളിലും ഉപയോഗിച്ചിരുന്ന പ്രൊജക്ടറിന്റെ പേര് പോലും ഇന്നും ഓർത്തെടുത്ത് പറയാനാകും. അതുകൊണ്ട് തന്നെ പതിറ്റാണ്ടുകളുടെ ചരിത്രമുള്ള മലയാള സിനിമയെക്കുറിച്ച് അന്വേഷിച്ചറിയാൻ ഇപ്പോഴും ഗവേഷകരും സിനിമാ പ്രേമികളും അഷ്റഫിനെ ആശ്രയിക്കുന്നു. പല സിനിമാ തിയേറ്ററുകളുടെ ചരിത്രം, അതുപോലെ പ്രൊജക്ടറുകൾ, സിനിമാ തിയേറ്ററിലെ ഇതൊന്നും ആർക്കും അറിയില്ല. 50ഓളം പ്രൊജക്ടർ പേരുകളൊക്കെ ഇന്നലെയും കൂടി ഒരാൾ എറണാകുളം ശ്രീധർ തിയേറ്ററിൻ്റെ എല്ലാ പ്രൊജക്ടർ ഏതാണെന്ന് ചോദിച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ അറിയാനായിട്ട് ഓരോരുത്തർ വ്യഗ്രതയുണ്ട്. ഒരുപാട് ആളുകളുണ്ട് ഇതിനെക്കുറിച്ചൊക്കെ. നിരവധി സിനിമാ പ്രസിദ്ധീകരണങ്ങളിൽ 100 കണക്കിന് ലേഖനങ്ങളാണ് ഇതിനോടകം അഷ്റഫിന്റേതായി അച്ചടിമഷി പുരണ്ടിട്ടുള്ളത്. സാമൂഹ്യ മാധ്യമങ്ങളിലെ സിനിമാ ഗ്രൂപ്പുകളിൽ എഴുത്തും വർത്തമാനങ്ങളുമായി ഇപ്പോഴും സജീവമാണ്. അതുകൊണ്ട് തന്നെ 59ാം വയസ്സിലും സിനിമ നിത്യജീവിതത്തിന്റെ ഭാഗമായി കാണുന്ന ഈ മനുഷ്യനെ മലയാള സിനിമയുടെ എൻസൈക്ലോപീഡിയ എന്ന് വിളിച്ചാൽ ഒട്ടും അതിശയിക്കാനില്ലെന്ന് തന്നെ കൊടുങ്ങല്ലൂർ സ്വദേശികൾ പറയും. ന്യൂസ് മലയാളം, തൃശൂർ.